പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 70 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 2 ശമൂവേൽ 10 മുതൽ 13 വരെ, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്. ആദ്യം ക്വസ്റ്റ്യൻ പറയുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 4 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പ്രവാചകന്റെ പേര്, 2-3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു പുരോഹിതന്റെ മകന്റെ പേര്, 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിലെ ഒരു ഭക്തന്റെ പേര്. എങ്കിൽ 4 അക്ഷരമുള്ള പുരുഷൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം യോനാദാബ് എന്നുള്ളതാണ്. 2 ശമൂവേൽ 13:3 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രവാചകൻ യോന 1:1. അത് നിങ്ങൾ ആ റെഫറൻസ് എഴുതണം എന്നില്ല കേട്ടോ. പുരോഹിതന്റെ മകൻ എന്നുള്ളത് പുരോഹിതനായ അഹരോന്റെ മകനായ നാദാബ് ആണ്. അതിൽ ഭക്തൻ എന്നുള്ളത് യോബാണ് കേട്ടോ. നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ ഇല്ല. ഇതിൽ സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സംഖ്യ 3:2 അതായത് പുരോഹിതനായ അഹരോന്റെ മകൻ നാദാബ് എന്നുള്ളത്. യാക്കോബ് 5:11 പറഞ്ഞിട്ടുണ്ട് ഭക്തനായ യോബ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് സംശയ നിവാരണത്തിന് വേണ്ടി മാത്രമാണ് ആ റെഫറൻസ് നിങ്ങൾക്ക് വച്ചേക്കുന്നത്. നിങ്ങൾ എഴുതേണ്ട റെഫറൻസ് 2 ശമൂവേൽ 13:3 വാക്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: അബ്ശാലോം അമ്നോനെ വെറുക്കാൻ കാരണം എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അബ്ശലോമിന്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ അപമാനിച്ചത് കൊണ്ട് എന്നുള്ളതാണ് ഉത്തരം. 2 ശമൂവേൽ 13:32 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദാവീദിന്റെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ദാവീദിന് മനസ്സിലായത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ എന്നുള്ളതാണ്. 2 ശമൂവേൽ 12:19 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു ന്യായാധിപന്റെ വേർപാടിനെ കുറിച്ച് പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. ന്യായാധിപൻ ആര്? റെഫറൻസ് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ന്യായാധിപൻ എന്നുള്ളത് അബീമേലെക്ക് ആണ്. റെഫറൻസ് 2 ശമൂവേൽ 11:21 എന്നുള്ളതാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമ പാഠഭാഗത്ത് യേശു ഒരു ഉപകരണം അല്ലെങ്കിൽ ആയുധം നിർമ്മിച്ചു. ഉപകരണം അല്ലെങ്കിൽ ആയുധം ഏത്? അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത് എന്നുള്ളതായിരുന്നു. അതിൽ ഉത്തരം ഉപകരണം അല്ലെങ്കിൽ ആയുധം എന്നുള്ളത് ചമ്മട്ടിയാണ്. വസ്തു കയറാണ് കേട്ടോ. യോഹന്നാൻ 2:15 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. എല്ലാവർക്കും ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു. അടുത്ത പോർഷൻ എന്നുള്ളത് 2 ശമൂവേൽ 14 മുതൽ 17 വരെയും യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.